ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ നസ്രിയും ബാസിലും തമ്മിൽ ഇൻ്റർവ്യൂ ചെയ്ത ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. സൂക്ഷ്മദർശിനി എന്ന മൂവിൻ്റെ ഒരു ചെറിയൊരു പ്രൊമോഷൻ്റെ ഒരു വീഡിയോ പോലത്തെ ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ അതിൻ്റെ ഞാൻ അഭിപ്രായമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് സത്യം കാണാനൊക്കെ തോന്നിയിട്ടില്ലേ നസ്രിയെ കുറച്ച് ഓവറായി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കാരണം പണ്ടത്തെ ഒരു ഇൻ്റർവ്യൂവിലും നമ്മൾ എന്താ പറയുക, നസ്രീനെ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു മെച്യൂർഡ് ഒരു ഗേൾ, ഒരു ടോക്ക്, അങ്ങനെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ മുൻപ് കണ്ടിരുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ബാസിലാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ട്രോളുന്നത്. ഇപ്പോൾ പൃഥ്വിരാജിനെ ആയാലും ടൊവിനോനെ ആയാലും. പക്ഷെ അവർ മീൻസ് ഒരു കോംബോ എന്ന് പറയുമ്പോൾ കുറച്ച് അവരും പറയും, അവിടെ നിന്ന് ഇങ്ങോട്ടും പറയും, രണ്ടുപേർക്കും കിട്ടും ഒരു സ്പേസ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു രസകരമായിട്ട് കാണും. കാരണം നമ്മളിപ്പോൾ ഒരാൾ കോമഡി അടിക്കുന്നു, കുറച്ച് കഴിഞ്ഞ് വേറെ ആൾ കോമഡി അടിക്കുന്നു, ഇയാളെ പറയണു, അങ്ങോട്ടും ഇങ്ങോട്ട് താങ്ങുമ്പോൾ രണ്ടുപേരും ഭയങ്കര രസം, നമുക്ക് ഈക്വലായിട്ടൊരു ഫീൽ ചെയ്യും, ഒരു ജാളി ഫീൽ ചെയ്യും. പക്ഷേ ഇതിൽ വന്നിട്ട് നസ്രിയ കയറി ഫുള്ള് എന്താണെന്ന് വെച്ചാൽ ബാസിലിനെ ഒന്നും പറയാൻ വിടാത്ത വിധം ഇങ്ങനെ കയറി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒന്നും പറയാൻ പറ്റില്ല. അത് ബാസിലിൻ്റെ ഫേസിലൊക്കെ ഒരു ചെറിയൊരു എക്സ്പ്രഷൻ, എന്താ പറയുക, ഒന്നും പറയാൻ പറ്റാത്തൊരു ഇത്. പിന്നെ ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് ഓവർ ഓവർ സ്മാർട്ട് കാണിക്കുന്ന പോലെ ഒരു ഫീൽ ചെയ്തു. കാരണം പറഞ്ഞാൽ എന്താ വെച്ചാൽ കുറച്ച് സ്പേസ് കൊടുക്കണ്ടേ ബാസിലാണെങ്കിൽ പറയാൻ എന്തെങ്കിലും, എന്നാലും ഒരു രസമുണ്ട്. പക്ഷെ ഇത് ഇത്തിരി ഓവറായി പോയി. പിന്നെ അതിൽ നസ്രിയ ധരിച്ചിരിക്കുന്ന ഒരു വസ്ത്രം, കാല് കാണിക്കുന്നുണ്ട്, കാലിൻ്റെ തുട കാണിക്കുന്നുണ്ട്, ഇതൊക്കെ പണ്ട് കുറേ കമൻറ്റുകൾ ഫീൽ ചെയ്തു. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ഡ്രസ്സിനെ പറ്റിയൊന്നും നമ്മൾ പറയാൻ പറ്റില്ല, അത് അവരവരുടെ ഇഷ്ടമാണ് ഏത് ധരിക്കേണ്ടത്. നമ്മൾ അതിലുള്ള ആ ഒരു ടോക്കിനെ പറ്റിയാണ് ഞാൻ ഇതിൽ പറയുന്നത്. എനിക്ക് ബേസിക്കലി അത് ഫീൽ ചെയ്തു. കുറച്ച് ഓവറായിട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക്. കാരണം ഒരു ഒരു കോംബോ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും. പക്ഷെ ഇത് നസ്രിയ കയറി ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫുള്ള് ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ, തേച്ചൊട്ടിക്കണ പോലെ. രസമായിരുന്നു, പക്ഷെ കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. പിന്നെ അവളെ ആങ്കർ നസ്രിയുടെ ചേച്ചീനെ വിളിച്ചു. അത് നസ്രിയക്ക് അത്ര കൊണ്ടില്ല, കൊണ്ടു. അപ്പം അതും എനിക്കത് ഫീൽ ചെയ്തു. നസ്രിയക്ക് ആ സമയത്ത് പറയുമ്പോഴാണ് കൊണ്ടത്. എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് കുറച്ച് ഓവറായി എന്ന് നസ്രിയ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇത് പറയണം. ഓക്കെ, ബൈ.